ജൂൺ ജൂലൈ മാസങ്ങളിൽ നടക്കുന്ന ഈ വർഷത്തെ കൊട്ടിയൂർ വൈശാഖ മഹോത്സവവുമായി ബന്ധപ്പെട്ട് മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. കൊട്ടിയൂർ ദേവസ്വം ഹാളിൽ ചേർന്ന യോഗത്തിൽ പോലീസ്, ആരോഗ്യവകുപ്പ്, രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവർ എന്നിവർ പങ്കെടുത്തു. ജൂൺ 8 മുതൽ ജൂലൈ 4 വരെയാണ് വൈശാഖ മഹോത്സവം. മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ സി ബിജു അവലോകന യോഗം ഉദ്ഘാടനം ചെയ്തു. കൊട്ടിയൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റോയ് നമ്പുടാകം അധ്യക്ഷത വഹിച്ചു. മലബാർ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ എൻ കെ ബൈജു റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായർ, ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായ ആക്കൽ ദാമോദരൻ നായർ, എൻ പ്രശാന്ത്, പേരാവൂർ പോലീസ് ഡിവൈഎസ്പി കെ വി പ്രമോദൻ, പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് എ കെ സഹീന, ദേവസ്വം കൺസൾട്ടിംഗ് എഞ്ചിനീയർ കെ കൃഷ്ണൻ, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി രമേശ് ബാബു, കൊട്ടിയൂർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫിലോമിന തുമ്പൻതുരുത്തിയിൽ, മെമ്പർ ജോണി ആമക്കാട്, ചോടത്ത് ഹരിദാസൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഏകദേശം ഒരു മാസത്തോളം അടുത്ത് നിൽക്കുന്ന ഒരു വലിയൊരു പ്രോസസ്സാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഒരു പ്രോസസ്സിലേക്ക് സാധാരണഗതിയിൽ നേരത്തെ അധ്യക്ഷൻ സൂചിപ്പിച്ച പോലെ മലബാർ ദേവസ്വം ബോർഡ് യോഗം വിളിക്കാൻ എപ്പോഴും പുറകിലാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഇത്തവണ വേണ്ട എന്നുള്ളൊരു ദൃഢനിശ്ചയത്തോടെയാണ് ആദ്യം തന്നെ മലബാർ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിലൊരു യോഗം വിളിക്കണമെന്ന് ക്ഷേത്രത്തിൻ്റെ ചെയർമാനോടും എക്സിക്യൂട്ടീവോടൊക്കെ ആവശ്യപ്പെട്ടത്. അതുപ്രകാരം ഇന്ന് തീർച്ചയായിട്ടും ഒരു വലിയൊരു നല്ലൊരു സദസ്സ് നമ്മുടെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മുന്നിൽ ഒരു സംസ്ഥാനത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു തുടർച്ചയുടെയൊക്കെ ഭാഗമായിട്ട് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പോവുകയില്ല വേണ്ടത്. നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ദേവസ്വം നേരിടുന്ന വൈശാഖ മഹോത്സവത്തിന് നേരിടുന്ന പ്രശ്നങ്ങളെ ആധികാരികമായിട്ട് അവതരിപ്പിച്ച് പരിഹാരം കാണാനുള്ളൊരു ശ്രമമാണ് വേണ്ടത്. അതിന് ഒരു ചർച്ചയുടെ സ്വഭാവമാണ് ഇന്നത്തെ ഈ ഒരു യോഗത്തിന് വേണ്ടതെന്ന ഒരു അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് കാര്യമായ ഒരു നീട്ടലില്ലാതെ ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുകയാണ്. എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒന്ന് മലബാർ ദേവസ്വം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഇവിടെ അധ്യക്ഷൻ പറഞ്ഞ പോലെ ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഗതാഗത പ്രശ്നമാണ്, ഗതാഗത കുരുക്കാണ്. ഒരു അടുത്ത കാലത്ത് കഴിഞ്ഞ 5 വർഷമായിട്ട് എല്ലാ വർഷവും കൊട്ടിയൂർ ഉത്സവത്തിന് മുടക്കമില്ലാതെ വന്നു പോകുന്ന ഒരാളാണ്. കഴിഞ്ഞ വർഷവും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 4 കിലോമീറ്റർ നടന്നിട്ടാണ്, വണ്ടി നിർത്തി നടന്നിട്ടാണ് ഇവിടെ എത്താൻ കഴിയുന്നത് ഒരു ദിവസം വന്നിട്ട്. അപ്പോൾ അത് നേരത്തെ ചെയർമാൻ പറഞ്ഞ പോലെ ക്ഷേത്രത്തിൻ്റെ സന്നിധിയിൽ ഇറങ്ങി അക്കരെ കുട്ടികൾ പോവുക എന്നുള്ള ഒരു ധാരണയിലായിരിക്കും എല്ലാ ഭക്തരും വരുന്നത്. അവരെ സംബന്ധിച്ചോളം ഒരുപാട് ദൂരം നടന്ന് ക്ഷേത്രത്തിലേക്ക് എത്തുക എന്നത് പ്രായോഗികമായ ഒരു കാര്യമല്ല. അപ്പോൾ വാഹനങ്ങളുടെ ആധിക്യമാണ് ഏറ്റവും വലിയ വിഷയം. അത് പരിഹരിക്കാനുള്ള ഒരു ആത്മാർത്ഥമായ ശ്രമമാണ് ദേവസ്വത്തിന്റെ ഭാഗത്തും മലബാർ ദേവസ്വം ബോർഡിന്റെ ഭാഗത്തും ഉണ്ടാവേണ്ടത്. +2 കഴിഞ്ഞു, ഇനി എന്ത്? മാസം 1 ലക്ഷം രൂപ സ്റ്റൈഫൻഡോട് കൂടെ സൗജന്യമായി നഴ്സിംഗ് പഠിച്ചാലോ? അതും ജർമ്മനിയിൽ. +2 ഏത് ഗ്രൂപ്പ് പഠിച്ചവർക്കും ഇനി പഠിക്കാം, പറക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, ജർമ്മൻ ലാംഗ്വേജ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം. ഫോൺ 7356 958 784 9400 100 499.